ഞാൻ ഷിപ്പിൽ തന്നെ ഇരുന്നോട്ടെ. ലാസ്റ്റ് ടൈം ഞാൻ ഇവിടെ വന്നപ്പോ എനിക്ക് തീരെ വയ്യായിരുന്നു. നിനക്കൊന്നും പറ്റില്ല. ടീമിൽ നിന്ന് ഒരാൾ കുറഞ്ഞു കഴിഞ്ഞാൽ അത് മിഷന്റെ സക്സസിനെ സാരമായി ബാധിക്കും. അത് നിനക്ക് പറയാൻ എളുപ്പമാ, പക്ഷെ ആ ഗൂപ്പി റോബോട്ട് ഫ്ലൂ നിനക്ക് വന്നാ മനസ്സിലാകും. ആൻഡ്രോയിഡ്സിന് ഒരിക്കലും ശാരീരിക പ്രശ്നങ്ങൾ വരില്ല. ഒരു ഫ്ലൂ വൈറസിന് ഓർഗാനിക് സെല്ലില്ലാതെ പകരാൻ ഒരിക്കലും സാധിക്കില്ല. ഞാനൊരു റോബോട്ട് ആയാൽ മതിയായിരുന്നു. ലീ, എന്തായി നടക്കുന്നത്? ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഇലക്ട്രിക് സ്റ്റോം പോലെയാണ് തോന്നുന്നത്. നമ്മൾ ഇതുവരെ അറ്റ്മോസ്ഫിയറിനുള്ളിൽ പോയിട്ടില്ലല്ലോ. സ്പേസിൽ എങ്ങനെ ഇലക്ട്രിക്കൽ സ്റ്റോം ഉണ്ടാവും? ലീ, നിനക്ക് എന്താ പറ്റിയത്? എനിക്കൊന്നും പറ്റിയില്ല, നിങ്ങൾക്ക് തോന്നിയതാവും. ഈ മിഷൻ തീർത്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോകൂ. To planet Q. ഹലോ സിൻബാദ്. ഇതിനെയാണ് ഞാൻ ക്ലീൻ എസ്കേപ്പ് എന്ന് പറയുക. നല്ല കാര്യം ചെയ്തത് ലാന. ശരിക്കും? നീ എന്താ പറഞ്ഞോണ്ടിരുന്ന്? നിന്റെ ഒരു എസ്കേപ്പ്. ഷിപ്പ് ഗെയിനിങ് ആക്ടിവേറ്റഡ്. അത് വളരെ നല്ലൊരു കാര്യമായിരുന്നു. യൂഷ്വലി നമ്മൾ പോകുന്നതിന് മുമ്പ് ക്ലീനിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ലീ, ഇവിടെ എന്താ നടക്കുന്നത്? ആ സീലിംഗ്. ഞങ്ങൾ ആ ഗരുഡയെ കുറിച്ച് സംസാരിക്കുന്നില്ലേ? നീ എന്താ വിചാരിക്കുന്ന സിൻബാദ്? സിൻബാദ് എവിടെ പോയി? അലാറം ഇൻകമിംഗ് മെസ്സേജ്. സിൻബാഡ് ഇവിടെ എത്തിക്കഴിഞ്ഞു. കണ്ടിന്യൂ കമ്മ്യൂണിക്കേഷൻ ക്യൂവിയോ. പോപ്പറ്റ്സ്, ഞങ്ങളാണ് പോപ്പറ്റ്സ്. ഞങ്ങളുടെ പ്ലാനറ്റ് ഔട്ട് ഫ്ലോറിൽ ഒരു ഹോൾ ഉണ്ട്. ഏകദേശം ഒരു 18 ഹോളുകൾ ഉണ്ടാവും. അതെ, ഞങ്ങളത് ശരിയാക്കാൻ നോക്കി, പക്ഷെ അത് വ്യാപിക്കുന്നത് ഞങ്ങളെ കൊണ്ട് തടയാൻ കഴിയുന്നില്ല. ഞങ്ങളെ രക്ഷിക്കൂ സിംബാദ്. ഗരുഡയിലേക്ക് പോകാം. ഓക്കെ, ആദ്യം എല്ലാവരും പോയിട്ട് ക്ലീൻ ആയിട്ട് വാ. ഒരു സ്പേസ് എല്ലാവരും എപ്പോഴും കാണാൻ നല്ല വൃത്തിയായിട്ടിരിക്കണം, ഈ സിൻബാഡിനെ പോലെ. എന്റെ ഹെൽപ്പ് എന്തെങ്കിലും ആവശ്യമുണ്ടോ സിൻബാദ്? നോ, ഇപ്പൊ നടക്കുന്നതൊക്കെ നോക്കുകയാണെങ്കിൽ ലാനയും ലീയും എല്ലാം സ്മൂത്ത് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓ, ഇത് ഫയർ അലാമാണ് ഗൈസ്. ലീ, ഏതോ ഒരു ഫാൾട്ട് ഉള്ളത് പോലെ തോന്നുന്നു. ഞാൻ തന്നെ പോയി എഞ്ചിൻ ചെക്ക് ചെയ്തു വരാം. ഞാനൊരു കൈ സഹായിക്കട്ടെ? എനിക്ക് ഓൾറെഡി 2 കൈകളുണ്ട് സാക്. ഒരു എഞ്ചിൻ ചെക്ക് ചെയ്യാനൊക്കെ ഇത് തന്നെ ധാരാളം. എല്ലാം എന്റെ പ്ലാൻ പോലെ പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ എന്തോ ഒന്ന് വിചിത്രമായിട്ട് സംഭവിക്കുന്നുണ്ട് സിൻബാദ്. എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല ലാന. അവിടെ താഴെ ആരോ ഉണ്ട്. സാക്ക് സാക്ക് എവിടെ? എവിടെ? അവരിങ്ങോട്ട് തിരിച്ചു വന്നിരുന്നതാണല്ലോ. കമോൺ ലാന, ഇവിടെ വേറെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ലീ, ഇവിടെ എപ്പോഴും ഒരു ശ്രദ്ധ വേണം. എന്താ ഇവിടെ നടക്കുന്നേ? എന്നെ ഇവിടുന്ന് പുറത്തെത്തിക്കൂ. ഞാനിവിടെ കുടുങ്ങിക്കിടക്കാണ്. എന്നെ രക്ഷിക്കണേ. കോയൽ, നിനക്ക് എന്താ പറ്റിയേ? ഓ മൈ ഗോഡ്, എന്താ ഇതൊക്കെ? നീ പേടിക്കണ്ട സാക്ക്, ഞാനിത് ഇപ്പൊ തന്നെ അൺലോക്ക് ചെയ്യാം. പേടിക്കണ്ട, കുറച്ച് സമയം കൂടെ. സാക്ക്, എന്താ സംഭവിച്ചേ? എനിക്കറിയില്ല. ഞാൻ ലീയുടെ കൂടെ നടന്നു വരികയായിരുന്നു. അപ്പൊ ആരോ എന്നെ അറ്റാക്ക് ചെയ്ത് ഇവിടെ ലോക്ക് ചെയ്തു. ഞാൻ അതിന്റെ മുഖം കണ്ടതേ ഇല്ല. ഈ ശബ്ദം കൺട്രോൾ ടെക്കിന്നല്ലേ വരുന്നത്? ലീ, ലീ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ? ആ നുഴഞ്ഞു കയറ്റക്കാരൻ ഇവിടെ ഉണ്ടെന്നാണ് സ്കാനർ പറയുന്നത്. എല്ലാം നോർമലായി തന്നെയാണല്ലോ സിംബാദ്. ഇവിടെ എല്ലാ കാര്യങ്ങളും നോർമലായി തന്നെ നടക്കുന്നേ. ഓ, എന്താ ഇത്? ലീ, സിംബാദ്,
എന്റെ പ്രോഗ്രാം ആരോ കറക്റ്റ് ചെയ്തിട്ടുണ്ട് സിംബാദ്. ഇതൊരു വൈറസ് ആണ്. അതെന്റെ എനർജിയെ മൊത്തത്തിൽ ഇല്ലാതാക്കുന്നു. സിംബാദ്, ലീ, നിന്റെ ഉള്ളിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. നിന്റെ ഉള്ളിലെ പ്രശ്നത്തെ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്നില്ല. നീ ഒരു സില്ലിയാണ്. നീ ആരെ പറ്റിയാ സില്ലി എന്ന് പറഞ്ഞ? നിന്നെ പറ്റിയാ ഞാൻ സില്ലി എന്ന് പറഞ്ഞത്. അപ്പൊ ടെക്നിക്കലി നീയും സില്ലി തന്നെയാണ്. നീ മിണ്ടാതിരുന്നോ? ഇങ്ങനെ എന്നോട് സംസാരിക്കല്ലേ. ടെക്നിക്കലി നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടായിരിക്കുന്നത്, അതുകൊണ്ട് സൈലൻസിന്റെ ആവശ്യമില്ല. വേണ്ട, ഈ പ്രോഗ്രാം കറക്റ്റ് ചെയ്തത് ഒരു വൈറസ് ഉപയോഗിച്ചുകൊണ്ടാണ്. എന്നെ കൊണ്ട് ഒന്നിനും പറ്റുന്നില്ല. ഇതാ പിടിച്ചോ, എന്നെ ഡിസൈൻ ചെയ്തവരിൽ നിന്ന് നിങ്ങൾക്കൊരു ഗിഫ്റ്റ്. ഡോക്ടർ ഷൈനി. സിംബാദിനും സിംബാദിന്റെ കൂട്ടുകാർക്കും എന്റെ നമസ്കാരം. ഒരു തവണയെങ്കിലും നിങ്ങൾ എന്റെ മെസ്സേജ് കണ്ടിരുന്നെങ്കിൽ എന്റെ വൈറസ് നിങ്ങളുടെ സൈബർ ഫ്രണ്ടിനെ എഫക്ട് ചെയ്തു എന്നാണ് അർത്ഥം. നിനക്കുള്ളിൽ ഒരു ഇൻഫെക്റ്റിംഗ് പേഴ്സണാലിറ്റി ഉണ്ട്. നിന്റെ മിഷൻ എന്താണ് സിൻബാദ്? പോപ്പറ്റ്സ് ആണോ? അതെ, പോപ്പറ്റ്സ് തന്നെ. അങ്ങനെയാണെങ്കിൽ നിന്റെ ഷിപ്പ് കൊണ്ടുവരാൻ വേണ്ടി നിന്നെ പറ്റിച്ചിവിടേക്ക് കൊണ്ടുവന്നത് ഞാനാണ്. ഇപ്പോൾ നീ എന്റെ പ്ലാനിൽ പെട്ടിരിക്കുകയാണ്. ലീ, സെൽഫ് ഡിസ്ട്രാക്റ്റഡ് ബട്ടൺ നീ തന്നെ അമർത്തിക്കൊള്ളൂ. നോ, സ്റ്റോപ്പ്. മര്യാദയ്ക്ക് സെൽഫ് ഡിസ്ട്രാക്ട് ബട്ടൺ അമർത്ത്. ലീ, നോ. ഇനി ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. അവൻ സ്വയം ഷട്ട് ഡൗൺ ആയി. അത് ജസ്റ്റ് മിസ്സായിരുന്നു. ഗുഡ് ജോബ് മൈ ബഡി. സെൽഫ് ഡിസ്ട്രാക്ട് കം ഡൗൺ ഇനിഷ്യേറ്റ്. ഡയബോളിക്കൽ ടെക്നീഷ്യൻ. നമ്മൾ ഇതെങ്ങനെ നിർത്തും? ഒരു പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്താൽ അതോടെ എല്ലാം ശരിയാക്കാം. ഗ്രാവിറ്റി കൺട്രോൾ ഇല്ലാതെ പോകുന്നു. നമ്മൾ എന്താ ചെയ്യാ? The reset faster card. ഇത് ഉടനെ തന്നെ ഇൻസേർട്ട് ചെയ്യണം. ലീ, അതൊരു റീസെറ്റ് കാർഡാണ്. നമ്മൾ എത്രയും പെട്ടെന്ന് മെയിൻ ടെർമിനലിലേക്ക് പോയേ പറ്റൂ. സെൽഫ് ഡിസ്ട്രക്ട് ആവാൻ ഇനി 30 സെക്കൻഡും കൂടെ ഉള്ളൂ. റീസെറ്റ് കാർഡ് എങ്ങനെയെങ്കിലും എടുക്കണം. എന്റെ അടുത്തൊരു ഐഡിയ ഉണ്ട് ഗൈസ്. ലാന, നിനക്കൊരു സ്ലിം ഷോട്ടായി മാറാൻ പറ്റുമോ? ഷ്യൂർ. പിടികിട്ടി സാക്ക്. ലെറ്റ്സ് ഡു ഇറ്റ്. പോകാനുള്ള സമയമായി കഴിഞ്ഞു. അത് വളരെ ബാഡ് ആയിരുന്നു. ബാഡ് അല്ല ലാന, സിൻബാഡ്. സിറ്റുവേഷനെ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ഒരുപാട് നന്ദി സാക്ക്. ലീ, നീ ഓക്കെ അല്ലേ? ആ വൈറസ് ഇപ്പൊ ഷിപ്പ് വിട്ട് പോയിട്ടുണ്ട്. ഞാനത് ബുദ്ധിപരമായി വേറൊരു ലൊക്കേഷനിലേക്ക് മാറ്റി വിട്ടിട്ടുണ്ട്. ഗുഡ് ജോബ് മൈ ബഡി. ഹൈപ്പർ ഡ്രൈവ് പ്രസ് ചെയ്യൂ സാക്ക്. എന്ത്? നോ 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 നോ. ഡയഗ്നോസ്റ്റിക്സ് എല്ലാം കഴിഞ്ഞു. എന്റെ സിസ്റ്റത്തിലെ എല്ലാ വൈറസും ഇപ്പോൾ ഞാൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. സാക്കിന് എന്താ പറ്റിയത്? എനിക്ക് തോന്നുന്നു അവന് വൈറസ് ബാധിച്ചു എന്നാ. ഇന്ന് പിടിച്ചോ. ബൂം. ഡയഗ്നോസ്റ്റിക്സ് ഞാൻ റൺ ചെയ്യട്ടെ സാക്ക്? അല്ലെങ്കിൽ നിന്റെ ഇന്റേണൽ സിസ്റ്റം മൊത്തമായി ഒന്ന് റിപ്പയർ ചെയ്യട്ടെ?
ആ!